കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായി എത്തിയതോടുകൂടിയാണ് ലഹരി വസ്തുക്കളുടെയും അതോടൊപ്പം തന്നെ മയക്കുമരുന്നിന്റെയും ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിച്ചത്. നിലവിൽ പെരുമ്പാവൂരിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു മിനി കേന്ദ്രമായാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിൽ ഏതൊക്കെ മയക്കുമരുന്ന് കിട്ടണോ, ഏതൊക്കെ ലഹരി പദാർത്ഥങ്ങൾ കിട്ടണോ അതെല്ലാം പെരുമ്പാവൂരിൽ പോയി കഴിഞ്ഞാൽ അവിടെ 2000 രൂപ അല്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ 3000 രൂപ എത്ര ആണോ അവർ പണം ചോദിക്കുന്നത് അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ടൺ കണക്കിന് അല്ലെങ്കിൽ കിലോ കണക്കിന് ലഹരി വസ്തുക്കൾ പെരുമ്പാവൂരിൽ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഏത് രാജ്യദ്രോഹികൾക്കും കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ പെരുമ്പാവൂരിൽ ഒരു സുഖമായ അല്ലെങ്കിൽ ഒളിച്ചു താമസിക്കാനുള്ള, എത്ര കാലം വേണമെങ്കിലും ഒളിച്ചു താമസിക്കാനുള്ള ഒരു ഇടം അവിടെ പെരുമ്പാവൂരിൽ ഒരുക്കി നൽകാൻ ഏജന്റുമാർ, അതായത് മലയാളികളായ ഏജന്റുമാർ വരെ, ബ്രോക്കർമാർ വരെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെരുമ്പാവൂരിൽ നിന്ന് വലിയ തോതിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒഡീസയിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും അടക്കം ലഹരി വസ്തുക്കൾ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്നാണ് ആളുകൾ കൊണ്ട് ഇത് കേരളത്തിന്റെ മറ്റ് ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, UDF സർക്കാർ അധികാരമേറ്റ സമയത്ത് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല വലിയ രീതിയിലുള്ള ഒരു ദൗത്യം അല്ലെങ്കിൽ ഒരു യജ്ഞം തന്നെ പ്രഖ്യാപിച്ചു. അതായത് ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന് പറഞ്ഞിട്ട് ലഹരികളെ മൊത്തത്തിൽ വേരോടെ അറുത്തുമാറ്റുക, കേരളം ഒരു മയക്കുമരുന്ന് മുക്തം എന്നൊരു സംസ്ഥാനമാക്കി പ്രഖ്യാപിക്കുക. ആ ഒരു ദൗത്യമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ കേരള പോലീസും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പെരുമ്പാവൂരിൽ ഓപ്പറേഷൻ തൂഫാൻ വലിയ രീതിയിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ്. അതായത് കേരള പോലീസ് സാധാരണ തരത്തിലുള്ള ഒരു പരിശോധനയല്ല പെരുമ്പാവൂരിൽ നടത്തിയത്. ഒരു ചുഴലിക്കാറ്റിന്റെ വേഗത്തിൽ അല്ലെങ്കിൽ കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ ശരവേഗത്തിൽ പാഞ്ഞ് ഓടിച്ചെന്നുകൊണ്ട് ഓരോ മുക്കും മൂലയും അരിച്ചു പറക്കുന്ന രീതിയാണ് ഇന്ന് കേരള പോലീസ് പെരുമ്പാവൂരിൽ ഇന്ന് റെയ്ഡ് നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ഓരോ മനുഷ്യനെയും പിടിച്ചു നിർത്തിക്കൊണ്ട് പരിശോധിക്കുന്നു. അവരുടെ കയ്യിൽ ലഹരി വസ്തുക്കൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുന്നു, വണ്ടി കയറ്റുന്നു. ലഹരി വസ്തുക്കളൊക്കെ പിടിച്ച് വണ്ടികളിലേക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഫോഴ്സ്. അതായത് പെട്ടെന്ന് ഉണ്ടായ ഒരു നിർദ്ദേശം, ഒരു പരിശോധനയല്ല. ഇതിന് പിന്നിൽ വ്യക്തമായ ഒരു പഠനം നടത്തിയിട്ട് ഓരോ ഉദ്യോഗസ്ഥർക്കും ഓരോ അസൈൻ ചെയ്ത് കൊടുത്ത ആ ഒരു ദൗത്യമാണ് ഇവിടെ ഉണ്ടായത്. അതിഥി തൊഴിലാളികൾ കൂട്ടമായുള്ള അല്ലെങ്കിൽ കൂടുതലായുള്ള മേഖലയിൽ മിന്നൽ വേഗത്തിലാണ് പോലീസിന്റെ ഒരു പരിശോധന തന്നെ ഇന്നുണ്ടായത്. പോലീസ് നടത്തിയ പരിശോധനയുടെ വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം വൈറലായി തന്നെയുണ്ട്. മുക്കുമൂലയും അരിച്ചു പറക്കുന്നതും ലഹരി പദാർത്ഥങ്ങൾ കൈവശം വെച്ചതിന് ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതും വീഡിയോയിലുണ്ട്. ഈ വീഡിയോയ്ക്ക് താഴെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെക്കുറിച്ചും കമന്റ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പെരുമ്പാവൂരിൽ തൂഫാൻ അടിച്ചോ എന്നാണ് ആഭ്യന്തരമന്ത്രി കുറിച്ചത്. മന്ത്രിയുടെ പുതിയ പദ്ധതിക്ക് വലിയ പിന്തുണയാണ് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. കൂടാതെ ഈ ഒരു പദ്ധതിയെ തകർക്കാൻ അല്ലെങ്കിൽ അത് മയക്കുമരുന്ന് മാഫിയെ തകർക്കാൻ പോലീസിനെ കൊണ്ട് വിചാരിച്ചാൽ മാത്രം കഴിയുകയില്ല. കാരണം ഇത് വലിയൊരു ശൃംഖല, ഒരു ചെയിൻ ശൃംഖല പോലെ ഇങ്ങനെ പടർന്നു നിൽക്കുകയാണ്. അപ്പോൾ പൊതുജനത്തിന്റെയും കൂടെ സഹായം ഇതിൽ ആവശ്യമാണ്, അത്യന്താവശ്യമാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ സഹായം കൂടി ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ കേരള പോലീസും തേടിയിട്ടുണ്ട്. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെട്ടിരുന്നതായി സംശയിക്കുന്നവരെ കർശനമായ പരിശോധനയ്ക്കാണ് വിധേയമാക്കിയിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 270 കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 296 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായത്. ഈ കേസുകളിൽ നിന്നായി ആകെ MDMA, കഞ്ചാവ്, BD എന്നിവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിൽ തൂഫാൻ ഇന്റലിജൻസ് എന്ന പേരിൽ ഒരു സംഘത്തെ മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താനായി മാത്രം നിയോഗിച്ചിട്ടുണ്ട്. മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്തിയാൽ മാത്രമേ അത് നശിപ്പിക്കാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടക്കുന്ന റെയ്ഡിൽ ഡൽഹിയിൽ നിന്ന് പോലീസ് പിടിയിലായ ലഹരി കടത്തിലെ മുഖ്യ കണ്ണി നൈജീരിയൻ പൗരനെ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നൈജീരിയൻ പൗരൻ സാമുവൽ ക്ലിഫൻ ഓഫർ ആണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാളെ പത്തനംതിട്ടയിലെ പന്തളം പോലീസ് സ്റ്റേഷനിലാണ് എത്തിച്ചിട്ടുള്ളത്. ഇയാൾ ലഹരി കടത്തിലെ പ്രധാന കണ്ണിയാണെന്ന് ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. പന്തളത്ത് ദമ്പതിമാരടക്കം അറസ്റ്റിലായ MDMA കേസിൽ മുഖ്യ കണ്ണിയെയാണ് ഡൽഹിയിൽ നിന്നും അതീവ സാഹസികമായി കേരള പോലീസ് പിടികൂടി കേരളത്തിലേക്ക് എത്തിച്ചത്. പെരുന്നാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കേരളത്തിലെ MDMA കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് വിദേശ യുവതിയും. അതോടൊപ്പം തന്നെ ഉത്തര കന്നഡയിലെ അങ്കോളയിൽ നിന്നും കഴിഞ്ഞ ദിവസം പെരുന്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിലെ നൈജീരിയയിൽ നിന്നടക്കമുള്ള സംഘമാണ് വലിയ രീതിയിലേക്ക് ലഹരി വസ്തുക്കൾ രാജ്യത്തും അതോടൊപ്പം തന്നെ കേരളത്തിലും വിതരണം ചെയ്തത്. നിലവിൽ ഈ നമ്മുടെ കേരളത്തിലെ അടക്കം ഈ ലോട്ടറി കച്ചവടക്കാരെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ ഓരോ ജംഗ്ഷനിലും അല്ലെങ്കിൽ വഴിവെക്കിലും ഇരുന്ന് അവർ ചെറിയ രീതിയിൽ ലോട്ടറി കച്ചവടം നടത്തുന്നുണ്ട്. പക്ഷേ ആ ലോട്ടറി കച്ചവടം നടത്തുന്ന ആ ഒരു ടേബിളിന്റെ പിറകുവശത്ത് ഇവർ വ്യാപകമായി തന്നെ ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ച് വിൽപ്പന നടത്തുന്നുണ്ടെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഈ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ, അതായത് മെയ് 31-ാം തീയതി തിരുവനന്തപുരം മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ പോലീസും അതോടൊപ്പം തന്നെ ആരോഗ്യ ഹെൽത്ത് ടീമും കൂടെ ഒരു വ്യാപകമായ ഒരു പരിശോധന നടത്തി പട്ടത്തും അതോടൊപ്പം തന്നെ ആക്കുളത്തും അടക്കം വിവിധ സ്ഥലങ്ങളിൽ നിന്നടക്കം ഈ ലോട്ടറി വിൽപ്പന നടത്തുന്നവരുടെ പക്കൽ നിന്നും ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ലോട്ടറിയും അതോടൊപ്പം തന്നെ ലഹരി കച്ചവടവും കൂടെയാണ് ഇവർ വ്യാപകമായി നടത്തുന്നത്. റോഡുകളടക്കം ഈ ലോട്ടറി
വിൽപ്പന നടത്താനായിട്ട് പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു മേശയുടെ ഉൾഭാഗത്തൊരു ഒളി അറയിലാണ് ഈ ലഹരി വസ്തുക്കളെല്ലാം തന്നെ വെക്കുന്നത്. അതെല്ലാം തന്നെ കണ്ടുകെട്ടി അത് പൊളിച്ചു നീക്കുന്ന നടപടികളിലേക്ക് ഇപ്പോൾ കോർപ്പറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷനും കേരള പോലീസും കേരള സർക്കാരും കൂടെ ഒന്നിച്ചുള്ള ഒരു ദൗത്യമാണ് ലഹരി മാഫിയയെ വേരോടെ പിഴുന്നു കളയുക എന്നുള്ളത്.